കസ്തൂരീ തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ സർവാംഗേ ഹരിചന്ദനം ചകലയൻ കണ്ഠേ മുക്താവലിം ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാല ചൂടാമണി. ഭഗവാനെ, അടിയനിപ്പോ അശേഷം ദുഃഖമില്ല. മനസ്സിൽ എപ്പോഴും അങ്ങയുടെ രൂപം മാത്രം. കണ്ണ, ഭഗവത് ചിന്ത എല്ലാ വേദനകളെയും ഇല്ലാതാക്കുന്നു. ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും ദുഃഖമകറ്റുന്ന സച്ചിദാനന്ദ, ഈ ദാസന അനുഗ്രഹിക്കണമേ. കൃഷ്ണ രക്ഷിക്കണേ. കൃഷ്ണ അവിടെ നിൽക്കൂ, തൊഴുതോളൂ. പരബ്രഹ്മ ചൈതന്യമല്ലേ ആ ഗർഭഗ്രഹത്തിൽ മുക്തിയുടെ വാതിലും തുറന്നുവിട്ടുകൊണ്ട് നിൽക്കുന്നത്? കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ, മനസ്സിൽ ആ രൂപം അങ്ങ് തിളച്ചു നിൽക്കും. എല്ലാം കാണുന്നുണ്ടോ ഇത്തിരി? സ്വയം ചൈതന്യബന്ധുരമായ ആ വിഗ്രഹത്തിന്റെ മാസ്മര ശക്തിയിൽ എല്ലാം എനിക്ക് കാണാം. ഭഗവാനെ, സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന അങ്ങയോട് അടിയനൊന്നു മാത്രമേ അപേക്ഷിക്കുവാനുള്ളൂ. ഈ കണ്ണുകൾക്ക് കാഴ്ച നൽകണേ കൃഷ്ണ. ഗുരുവായൂരപ്പ, ഇവിടെ കാണാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അച്ഛനോട് ഏകാദശി തൊഴാനെന്ന് പറഞ്ഞ് ഇത്ര ദൂരം വന്നത്. ഏകാദശിക്ക് വന്നു തൊഴുതാൽ സമസ്ത അപരാധങ്ങളും ക്ഷമിച്ച് അനുഗ്രഹിക്കും. അനുഗ്രഹം വാങ്ങാനാണ് ഞാൻ വന്നത്. ഇനി താമസിക്കണ്ട, അച്ഛനോട് വന്ന് വിവരം പറയൂ. ശാരദയെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള തീരുമാനവുമായിട്ടായിരിക്കും ഞാനിനി അങ്ങോട്ട് വരിക. അകമ്പടിക്കാർ കാത്തു നിൽക്കുന്നു. ഞാൻ പോയി വരട്ടെ. രക്ഷിക്കുന്നു. പെണ്ണി ചോദിക്കാൻ കണ്ട സ്ഥലം അത് നീ ഈ തറവാടിനെ പറ്റി നിനക്ക് അറിയുമോ? കൊല്ലിനും കൊലയ്ക്കും ഒരു അധികാരമുള്ളവരാണ്. നിനക്ക് കുലമഹിമയുണ്ടോ? നാട്ടിൽ നിന്റെ അച്ഛൻ മാമയുടെ സ്ഥാനമുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. ആർക്ക്?
എന്റെ മകൾ ശാരദയ്ക്ക് നിന്നെ ഇഷ്ടമാണെന്നോ? മര്യാദകയുടെ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ക്ഷമിച്ചു. ഇഷ്ടമാണത്രേ. മേലാലിക്കാര്യം പറഞ്ഞ് നടക്കുന്നതായിട്ട് അറിഞ്ഞാൽ കുഞ്ചനായരാരാണെന്ന് നീയും നിന്റെ വീട്ടുകാരും അറിയും. ഞങ്ങൾക്ക് പണമില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം തികഞ്ഞവരാണല്ലോ. ഇനി നീ പണക്കാരനായാൽ പോലും കുഞ്ചനായരുടെ മകൾക്ക് പുറ കൊടുക്കാൻ നീ യോഗ്യനല്ല. പണത്തിന്റെ കുറവുള്ളത്രേ. പോരാണ്. മാനവും മാനവില്ലാത്ത ജന്മം. ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടില്ലല്ലോ. ഈ നടയിലെത്തി ദുഃഖം പറഞ്ഞിട്ടുള്ള ആരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാതിരുന്നിട്ടില്ല. ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി.